ഗുഡ് മോർണിംഗ് രാവിലെ ആയാലും ഗുഡ് ആഫ്റ്റർനൂൺ ആയാലും അല്ലെങ്കിൽ ഗുഡ് ഈവനിങ് ആയാലും ഏത് സമയത്തും ഒരു നല്ല മസാല ചായ എപ്പോഴും നല്ലതാണ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദ പെർഫെക്റ്റ് ടീ മസാല പൗഡർ. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു ഇന്ത്യൻ കിച്ചൺ. ഇതൊരു ചെറിയ വെയിങ് മെഷീനാണ്. നമ്മുടെ കിച്ചണിൽ മസ്റ്റായിട്ട് വേണ്ട സാധനം. ആകെ 3 മോഡുകൾ അതിനകത്തുള്ളൂ: ഓൺ, ഓഫ്, പിന്നെ അതിൻ്റെ ഔൺസ് ആണോ ഗ്രാം ആണോ എന്ന് തീരുമാനിക്കാനായിട്ട് ഒരു കീ. അതിന് പല സ്ഥലത്തും പല രീതിയിലായിരിക്കും ഉണ്ടാകുന്നത്. പക്ഷേ ഗ്രാം, ഔൺസ് എന്ന് എഴുതിയിട്ടുണ്ടാവും, GOZ രണ്ടും എഴുതിയിട്ടുണ്ടാവും. നമുക്കിത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഞാനിപ്പോൾ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാനൊരു മെഷർമെൻറ്റ് എൻ്റെ മനസ്സിലുള്ള അളവിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. നമ്മളിങ്ങനെ ഒരു പാത്രം വയ്ക്കുന്നു, അതിനുശേഷം ഇറ്റയർ എന്നതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു, അപ്പോൾ 0 ആവും. അതിനുശേഷം ജിഞ്ചർ ഞാൻ എടുത്ത് വെച്ച് ഇടുന്നു. അത് ഏകദേശം ജിഞ്ചർ കറക്റ്റ് ആയിരുന്നു. 50 ഗ്രാംസ് നമുക്ക് വേണമായിരുന്നു. 50 ഗ്രാംസ് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് ഡ്രൈ ജിഞ്ചറാണ്, നമ്മുടെ ചുക്ക്. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് സിനമൺ ആണ്. സിനമൺ വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ തിന്നായിട്ടുള്ളത് തന്നെ നോക്കി വാങ്ങിക്കുക. നമ്മുടെ നാട്ടിലും പിന്നെ ഗൾഫ് കൺട്രീസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് സിനമൺ എന്ന് പറഞ്ഞിട്ട് കാഷ്യ എടുത്ത് വെക്കുന്ന പരിപാടി. ആ കനം കൂടിയ പട്ട, അത് നമ്മുടെ വഴനയിലില്ലേ, വഴനയിൽ ഉണ്ടാക്കുന്ന നമ്മുടെ ചക്കടയൊക്കെ ഉണ്ടാക്കുന്ന വഴനയില, ആ മരത്തിൻ്റെ തൊണ്ടാണ്. അതിൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലേവർ കുറേ ബിറ്ററാണ്. പിന്നെ നമ്മുടെ സിനമണിൻ്റെ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്വീറ്റിഷ് ഫ്ലേവർ ഉണ്ടാവില്ല. പക്ഷെ അതിലും പ്രശ്നമുള്ള ഒരു സംഭവം, ഇതൊരു ഹെവി റൂമറാണ്. അതായത് പ്രൂവൺ ചെയ്തിട്ടില്ല, പക്ഷേ റൂമറാണ്. അതിലുള്ള ചില പാർട്ടിക്കിൾസ് നമുക്ക് പോയിസണസ് ആണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഹെൽത്തിന് പരിധി അത് വാങ്ങിക്കാതിരിക്കുക, അത് മാക്സിമം ഉപയോഗിക്കാതിരിക്കുക. സിനമൺ വാങ്ങിക്കുമ്പോൾ എപ്പോഴും സിലോൺ ഫ്രഷ് സിനമൺ വാങ്ങിക്കുക. 5 ഗ്രാം സിനമൺ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ക്ലൗസ്, കരയാമ്പൂ നമുക്കൊരു 3 ഗ്രാം മതിയാവും. ഇതാ കണ്ടോ, നമ്മൾ തൂക്കി വെച്ച് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മളൊരു അസംഷൻ ചെയ്തെടുത്ത് തരുന്ന അളവുകളെല്ലാം കൂടുതലായിരുന്നു. അങ്ങനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ല. അടുത്ത നമുക്ക് കാടമാണ്, ഏലക്ക 5 ഗ്രാം മതി. ഞാൻ എൻ്റെ ഒരു കണക്ക് പ്രകാരം കൈകൊണ്ട് എടുത്ത് വെച്ചപ്പോൾ സ്പൂൺ കൊണ്ട് അളന്ന് എടുത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ ഏകദേശം ഡബിളായിരുന്നു. ഇനി പെപ്പർകോൺ, കുരുമുളക് 4 ഗ്രാം. അത് ഞാൻ എടുത്ത് വെച്ചില്ലായിരുന്നു, കാരണം എനിക്ക് നോക്കിയിട്ടൊരു അളവ് കിട്ടിയില്ല. അപ്പോൾ ഞാനൊരു 4 ഗ്രാം എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഒരു ജാതിക്കായ വേണം. ഈ ജാതിക്കായ നമ്മൾ 5 ഗ്രാം അതിൻ്റെ ഷെല്ലോട് കൂടിയിട്ടുണ്ട്. നമുക്കൊന്ന് പൊട്ടിച്ചിട്ട് വെയിറ്റ് ചെയ്ത് നോക്കാം എത്ര ഉണ്ടെന്ന്. 4 ഗ്രാം. ഈ റെസിപ്പീസിലൊക്കെ ഒരു ജാതിക്കായ എന്ന് പറയുമ്പോൾ നിങ്ങളത് ഏകദേശം എത്ര ഉണ്ടാവുമെന്ന് ആലോചിച്ച് നോക്കണം. അല്ലെങ്കിൽ പ്രശ്നം ഇതാണ്, 4 ഗ്രാമാണോ 5 ഗ്രാമാണോ 10 ഗ്രാമാണോ എന്ന് അറിയാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ ചുക്ക് ആദ്യം ഒന്ന് പൊടിച്ചെടുക്കാം. കാരണം അത് കുറച്ച് കൂടുതൽ ഹാർഡായതുകൊണ്ട് എല്ലാം കൂടി ഒരുമിച്ചിട്ട് പൊടിച്ചു കഴിഞ്ഞാൽ ചുക്കിൻ്റെ കഷ്ണങ്ങൾ വീഴും. ചുക്ക് ആദ്യം നമ്മൾ ഇട്ടിട്ട് ബ്ലെൻഡറിലിട്ട് പൊടിച്ചെടുത്തു. ബാക്കി എല്ലാ സാധനങ്ങളും, ആ സിനമൺ കിടക്കുന്നുണ്ട്, പേപ്പർ തിന്നാണ്, അത് പ്രത്യേകം ശ്രദ്ധിച്ച് വാങ്ങിക്കണം. നേരത്തെ പറഞ്ഞ പോലെ ബാക്കി എല്ലാ സാധനങ്ങളും ഒരുമിച്ചിട്ടിട്ട് അതും പൊടിച്ചെടുക്കാം. നമുക്കിതൊന്നും റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഡ്രൈ റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഗരം മസാലയിൽ ചെയ്യുന്ന പോലെ ഞാൻ ആ നട്ട്മേഗ് കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ റിപ്പീറ്റ് ചെയ്ത് കാണുന്ന കൂട്ടുകാരും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ കണ്ടില്ലേ, ഒരുമാതിരി എല്ലാ ദിവസവും നമ്മൾ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി നോക്കിയ റെസിപ്പീസാണ്. എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ മാറ്റങ്ങൾ വരുത്തിയിട്ട് ചെയ്യുന്ന റെസിപ്പീസാണ്. അപ്പോൾ ഒന്നും മിസ്സാവാതിരിക്കാനായിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ഇൻഗ്രീഡിയൻസ് നമുക്ക് അധികം പൊടിയണമെന്നില്ല, കുറച്ച് തരികളുണ്ടെങ്കിലും കുഴപ്പമില്ല. കാരണം ചായയിൽ കിടക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഫ്ലേവർ വന്നോളും. പക്ഷെ നമ്മുടെ ഡ്രൈ ജിഞ്ചർ ചുക്ക് പൊടിക്കുമ്പോൾ നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഇത് രണ്ടും കൂടി നമ്മൾ ഇതിനകത്ത് ഇട്ടു. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ഇതിന് മുമ്പിലത്തെ മസാല ചായ വളരെ നന്നായിരുന്നു എന്ന് പറഞ്ഞ് കുറേ കൂട്ടുകാർ നമുക്ക് മെസ്സേജ് ചെയ്തിരുന്നു. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ യൂട്യൂബിലാണ് കമൻറ്റ് ചെയ്യുന്നതെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് വരുന്നവർക്ക് അത് നോക്കിയിട്ട് ഓക്കെ ഇത് കുറേ പേര് ട്രൈ ചെയ്തതാണ്, നല്ലതാണ് എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാവും. അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആ കമൻറ്റ് ചെയ്തവർ കുറച്ച് പേര് പറഞ്ഞു ഇത് എല്ലാ പ്രാവശ്യങ്ങളും ചതച്ചുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ സമയം ബുദ്ധിമുട്ടാണ്, ജോലിക്ക് പോകുന്നവരൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മസാല ടീ പൗഡർ കണ്ടുപിടിച്ച് തന്നെ ഇതിങ്ങനെ ചെയ്തു വെച്ചേക്കുന്നത്. നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വെച്ചിട്ട് ഇട്ടിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഫ്രിഡ്ജ് ഉണ്ടെങ്കിൽ പുറത്ത് വെച്ചാലും കുഴപ്പമില്ല. പുറത്ത് വയ്ക്കുമ്പോൾ അധികം ചൂട് കൊള്ളാത്ത സ്ഥലത്ത് വെക്കാൻ നോക്കണം. ഫ്രിഡ്ജിൽ നന്നായിട്ട് ടൈറ്റായിട്ട് അടച്ചു വയ്ക്കുകയാണെങ്കിൽ അവിടെ ഇരുന്നോളും, അതിൻ്റെ ഫ്ലേവർ ഒന്നും പോവില്ല. നിങ്ങൾ ചായ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ മസാല ചായയുടെ റെസിപ്പി നോക്കുക. അതിൻ്റെ കഴിഞ്ഞ മസാല ചായയുടെ ലിങ്ക് മുകളിൽ വരുന്നുണ്ട്, താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അതൊന്ന് കാണാം. അതിൻ്റെ ഫ്രഷ് ഇൻഗ്രീഡിയൻസ് ഇടുന്ന സമയത്ത് അതിന് പകരമായിട്ട് ഇതിൻ്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇടാം. ഇതുപോലെ 1 സ്പൂൺ, അതല്ല നിങ്ങളുടെ കയ്യിൽ വെയിങ് മെഷീൻ ഉണ്ടെങ്കിൽ
4 ഗ്രാം ഇട്ടാൽ മതി. ഒരു ഫുൾ സ്പൂൺ എന്ന് പറയുമ്പോൾ ഏകദേശം 4 ഗ്രാമാണ്. ഇതാ ചായ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മസാല ചായയുടെ റെസിപ്പി നിങ്ങൾ മസ്റ്റായിട്ട് നോക്കുക, അതിൻ്റെ വീഡിയോ കാണുക, അതുപോലെ തന്നെ ഉണ്ടാക്കിയാൽ മതി. നല്ല മഴയുള്ള സമയത്ത് ഇതുപോലെ ഒരു ചായ ഉണ്ടാക്കി ഒരു കപ്പിൽ ഇങ്ങനെ ഒഴിച്ച് അതിൻ്റെ പത പൊട്ടി പൊട്ടി വരുന്നത് നോക്കിയിരിക്കാനുള്ള ആ ഒരു രസം ഇതാ ഇതുപോലെ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ ഞങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. നമുക്കൊരു ഗിവ് അവേ നടക്കുന്നുണ്ട്, അതിൻ്റെ ലിങ്ക് ലാസ്റ്റ് വരുന്നുണ്ട്, അതിൽ പോയി കമൻറ്റ് ചെയ്യുക. Thank you for watching. Happy cooking!